ഹേ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കുട്ടീസിന് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ മലയാളി മെങ്കന്മാരും മലയാളി മാരന്മാരുമായിട്ടാണ് വിടാൻ പോകുന്നത്. അപ്പോൾ നദക്കുട്ടി രാവിലെ എണീറ്റിട്ടുണ്ട്. ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട്. അവർക്ക് യൂസ് ചെയ്യാനുള്ള പൂവും ഒക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. റോസ് ഇങ്ങനെ പൂക്കളത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ മുല്ലപ്പൂ അവർക്ക് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് തന്നെ നദക്കുട്ടി എണീറ്റിട്ടുണ്ട്. ഏകദേശം 7 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയോട്ട് സ്കൂളിൽ എത്തിയാൽ മതി. ഇന്ന് ആഫ്റ്റർനൂൺ വരെ ഉള്ളൂ കേട്ടോ. അപ്പം 12 മണിയാകുമ്പോൾ തന്നെ കുട്ടീസ് വരും. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ഭയ്യയുടെ കല്യാണത്തിന് അവരിട്ടതാണ്. അപ്പോൾ ഞാൻ കുറച്ചതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് കുട്ടീസ് ഇടാൻ പോകുന്നത്. അപ്പം നദക്കുട്ടി രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ഉറക്കമാണ്. ഉറക്കം മാറിയിട്ടില്ല. ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും അവർ വിളിക്കാറുള്ളൂ. 10 മണിയാകുമ്പോൾ സ്കൂളിലെത്തിയാൽ മതിയല്ലോ. അപ്പോൾ വേഗം കുളിപ്പിച്ച് റെഡിയാക്കി അങ്ങ് വിട്ടാൽ മതിയല്ലോ. അപ്പം ഇതിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മാലയും അതുപോലെ തന്നെ നെറ്റിച്ചുട്ടി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മുണ്ടാണ് കേട്ടോ. മുണ്ടാണ് നമ്മൾ ഈ ഒരു നേരിയത് പോലെ ഉടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇന്നലെ പോയിട്ട് വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് എക്സൈറ്റഡായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. വളയൊക്കെ ഇടാനായിട്ട് ഭയങ്കര എക്സൈറ്റഡായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസം മുന്നേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്നാ ഇങ്ങനെ പോകാൻ പറ്റുന്നുള്ളത്, ഇങ്ങനെ എന്നും ചോദിക്കും. അപ്പോൾ അതെല്ലാം സെറ്റാക്കി എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഒക്കെ ഫസ്റ്റ് ടൈം ആണല്ലോ ഇടുന്നത് അവർ. നെറ്റിച്ചുട്ടി യെസ് എല്ലാം എടുത്ത് വെച്ചിട്ട് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുവാണ് എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി നദക്കുട്ടീനെ ഒരുക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ നദക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഉമ്മച്ചി കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നദക്കുട്ടീനെ ഞാൻ മലയാളി മങ്ക പോലെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഫുൾ ടൈം ഇങ്ങനെ മിററിലൊക്കെ പോയി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇന്ന് സ്കൂളിൽ പാട്ടൊക്കെ പാടേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ഇത് അവരുടെ 2ാമത്തെ ദിവസമാണ് കേട്ടോ ഓണം സെലിബ്രേഷൻ്റെ. 2 ദിവസം ഉണ്ടാക്കും ഓണം സെലിബ്രേഷൻ. ഫസ്റ്റ് ഡേ എല്ലാവരും പട്ടുപാവാട അങ്ങനെ കിട്ടിയിട്ടാണ് പോയത് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ കൊടുക്കാം കേട്ടോ, ലാസ്റ്റ് കൊടുക്കാം. അപ്പം എടുത്ത വീഡിയോസും ഫോട്ടോസൊക്കെ നെച്ചുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നെച്ചുവിനെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പോകാൻ നേരമാകുമ്പോൾ എന്തെങ്കിലും അടിയൊക്കെ കൂടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കരച്ചിലൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ. അത് സ്വാഭാവികമാണ്. അങ്ങനെ എൻ്റെ പൊന്നുമണികൾ മലയാളി മങ്കന്മാരും മലയാളി മാരന്മാരും ആയിട്ടുണ്ട്. മാഷാ. അപ്പോൾ ഞാൻ വീഡിയോക്കിടയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുവാണ്. ഇത് അഗാരോൻ്റെ ആറ്റം പ്ലസ് ഹാൻഡ് ഹെൽഡ് ബോഡി മസാജറാണ്. ഇതിൽ ഇങ്ങനെ ഒരു മസാജിങ് ബോഡിയും പിന്നെ കുറച്ച് മസാജിങ് ഹെഡ്സും കൊടുത്തിട്ടുണ്ട്. ബോൾ, ഫ്ലാറ്റ്, വേവി, തായ്ചി എന്ന് പറയുന്ന കുറച്ച് മസാജിങ് ഹെഡ്സും അതുപോലെ ഒരു മെഷ് കവറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2.5 mm വരുന്ന ഒരു കേബിളും 1500 മുതൽ 3000 വരെയുള്ള RPM സ്പീഡും അവൈലബിൾ ആണ്. ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓണും തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്പീഡ് വളരെ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ബെറ്റർ മസാജിങ്ങിനായിട്ട് 28 watts മോട്ടറാണ് കേട്ടോ ഉള്ളത്. അതുപോലെ വേരിയബിൾ സ്പീഡ് സെലക്ഷൻ ഫ്രം ലോ ടു ഹൈ. നമ്മൾ ഈ ഡിഫറെൻറ്റ് ഹെഡ്സ് കണക്ട് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള വൈബ്രേഷൻസ് ആണ് കേട്ടോ കിട്ടുന്നത്. ഇത് ഫ്ലാറ്റ് ഹെഡാണ്. ഇത് ഓൾ ഓവർ ദ ബോഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് തായ്ചി മസാജറാണ് കേട്ടോ. ഇത് നമുക്ക് ബോഡിയുടെ പല പാർട്സിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് വേവി മസാജറാണ്. ഇത് നമ്മുടെ ഷോൾഡർ പിന്നെ അതുപോലെ ആംസ് പിന്നെ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഇത് ബോൾ മസാജറാണ്. ഇത് നമുക്ക് കാലിലും കയ്യിലൊക്കെ എസൻഷ്യൽ ഓയിലൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഒരു നോബുണ്ട്. സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓണും ഓഫും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു മസാജിങ് ഹെഡ്സൊക്കെ കണക്ട് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ വേവി ഹെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് കയ്യിലും ഓൾ ഓവർ ദ ബോഡി യൂസ് ചെയ്യാം. ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇത് തായ്ചി മസാജറാണ്. അതുപോലെ തന്നെ ഇത് ഫ്ലാറ്റ് ഹെഡാണ് കേട്ടോ. ഇത് നമുക്ക് ഓൾ ഓവർ ദ ബോഡി യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഹെയറൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ കയ്യിൽ, അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഹെയറിൽ ഒന്നും ടാങ്കിൾ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മെഷ് കവറും കൂടി കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹെയർ ഒന്നും ടാങ്കിൾ ആവത്തില്ല ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മെഷ് കവർ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡി ഹെയർസ് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ടാങ്കിൾ ആവാതെ നോക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസിയാണ്. ഇപ്പോൾ നമുക്ക് കൈവേദന, മുട്ടുവേദന, പുറം വേദന, കാലുവേദന എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നോബിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
നല്ല സ്മൂത്തായിട്ടുള്ളൊരു മസാജിങ് ആണ്. അറ്റ് എ ടൈം 15 മിനിറ്റ്സ് മാത്രമേ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ പ്രഗ്നൻറ്റ് വിമൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യേണ്ട, കാരണം ഇത് കുറച്ച് ഫോഴ്സ് ഉണ്ട് കേട്ടോ. നല്ല സ്മൂത്താണ്, ഭയങ്കര റിലാക്സിങ് ആണ്. അപ്പോൾ വേണ്ടവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കും. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പോവുകയാണ്. മോർണിംഗ് തന്നെ എങ്ങനെയെങ്കിലും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണിച്ചിട്ട് കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബസ്സിൽ വിടുന്നില്ല, ഈ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബസ്സിൽ വിട്ടാൽ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു കോലമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാറിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ വാപ്പച്ചിയാണ് കൊണ്ടാക്കുന്നത്, അമ്മച്ചിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊണ്ടാക്കാൻ പോവുകയാണ് മക്കളെ. പിന്നെ സ്കൂൾ എത്തിയ പാടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ തിരിച്ച് 12 മണി വരെ ഉള്ളൂ കേട്ടോ. ഇന്ന് യൂഷ്വലി അവർക്ക് 3:30 വരെ സ്കൂളുണ്ട്. അപ്പോൾ ഇന്ന് സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ 12:30 വരെ ഉള്ളൂ. അപ്പോൾ ഇതേ സ്കൂളിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഞങ്ങളിതേ വീട്ടിലേക്ക് വന്നു. അവരുടെ ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണേ. ഇനി നമുക്കവർ തിരിച്ച് വരുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അതേ എൻ്റെ കുട്ടീസ് ഏകദേശം ഒരു 12:30 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. പോയ പോലേ അല്ല, ആകെ കളിയും ചിരിയും എക്സൈറ്റ്മെൻറ്റൊക്കെ കാരണം ഡ്രസ്സൊക്കെ ആകെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സ്കൂളിൽ നിന്ന് ഇതേ പായസമൊക്കെ കൊടുത്തു, ഫുഡൊക്കെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അത് കുട്ടി വരുന്നത്. പിന്നെ സ്കൂളിൽ ഓരോ പ്രോഗ്രാംസിൻ്റെ കഥകളും ഒക്കെ ഇങ്ങനെ വരുമ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ വീടിന് ചുറ്റും ഒരു ഓട്ടമാണ് ഫുള്ള്. ഇനി ഒരു പാടാണ് ഇതെല്ലാവരും തിരിച്ച് കയറ്റാനായിട്ട്. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.